അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും പോലെ ഞാനും എണീക്കാൻ വൈകിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെയാണോ എന്ന് അറിയില്ല, എന്നാൽ എന്നെപ്പോലെ കുറേ ആൾക്കാരില്ലാതിരിക്കില്ല അല്ലേ. സൺഡേ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അലാറം കേട്ട് എണീക്കാൻ കുറച്ച് മടിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ എണീക്കാൻ തന്നെ ഒരു 7-7:30 ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ കർട്ടനൊക്കെ ഒന്ന് നീക്കിയിട്ടാൽ മാത്രമേ നമുക്കൊരു ഉഷാറ് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ കാലത്ത് മുകളിലൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും അല്ലേ. അപ്പോൾ അതേപോലെ കർട്ടനൊക്കെ മാറ്റി ആദ്യം ഒന്ന് ചെയ്യുന്നുണ്ട് എൻ്റെ എപ്പോഴും മോർണിംഗ് റുട്ടീന്. അങ്ങനെ നമ്മുടെ അടുക്കളയിലോട്ടൊന്ന് കയറി കേട്ടോ. അടുക്കളയിൽ കയറിയാൽ നമുക്ക് ഈ കർട്ടനൊന്ന് നീക്കാണ്ട് ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. കർട്ടനൊക്കെ ഒന്ന് നീക്കിയാലേ നമുക്കൊരു പോസിറ്റീവ് എനർജി വരുള്ളൂ. അപ്പോൾ ആ നല്ല കിഴക്ക് വശം ആയതുകൊണ്ട് തന്നെ നമുക്ക് സൂര്യൻ ഉദിക്കുന്ന അതിൻ്റെ ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് നല്ല ഒരു വെളിച്ചമായിരിക്കും കേട്ടോ അടുക്കളയിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ വാതിലൊക്കെ ഒന്ന് തുറന്ന് ഒരു 5 മിനിറ്റ് വയ്ക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള എയറും അതുപോലെ നല്ലൊരു തണുപ്പൊക്കെ ആയിട്ട് അത് കിട്ടിയാൽ തന്നെ നമുക്ക് രാവിലെ നല്ലൊരു ഉഷാറുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ തൊടിയിലൊക്കെ ഒന്ന് വന്ന് നോക്കി. അപ്പോൾ അങ്ങനെ നമുക്കിത് ഇവിടെ മഴയൊക്കെ പെയ്ത് തോറുന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സാധാരണ ഇഡ്ഡലിയും ദോശയാണ് രാവിലെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് സ്കൂൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കാൻ ചില കുറച്ച് വെജിറ്റബിൾസൊക്കെ കുട്ടികളുടെ വയറ്റിലോട്ട് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വലിയുള്ളിയും ബീൻസൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പിടിച്ച് ഞാൻ ആലോചിച്ചു ഉച്ചയ്ക്ക് നമ്മൾ വെക്കാനുള്ള അതിൻ്റെ ഇറച്ചി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കേണ്ടത്, എന്നാലേ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോഴേക്കും അതൊന്ന് റെഡിയാക്കി കിട്ടുള്ളൂ. ഉച്ചയ്ക്ക് ഞാൻ വെക്കാൻ പോകുന്ന സർപ്രൈസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് കണ്ടു നോക്കുക. അത് സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതാ ഇവിടെ ലുലുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ നാടൻ കോഴിയാണ്. നാടൻ കോഴി ഏകദേശം ഒരു 1.5 കിലോന് ഒരു 500 രൂപേൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ലുലുന്നൊക്കെ ഇതുപോലെ നാടൻ കോഴി വാങ്ങിക്കാത്തവരാണ് വെച്ചാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ ഒരു ക്യാരറ്റും അതേപോലെ തന്നെ ഒരു 3-4 ബീൻസും ഒരു പച്ചമുളകും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ലേശം ചെറുപയർ പരിപ്പ് ഇടുകയാണ് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ നെയ്യും കൂടി ഒഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിയാണ് നമ്മുടെ ഉപ്മാവ് ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ലുലുന്ന് വരാൻ ഇത്തിരി വൈകിട്ടൊക്കെയാണ് വീടെത്തിയത് കൊണ്ട് ഒരുപാട് ഐസൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ കാലത്ത് എണീച്ച് തന്നെ വെള്ളത്തിലതൊട്ട് ഇങ്ങനെ ഇട്ട് വയ്ക്കാം. പിന്നെ നമുക്കിത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു കപ്പിൽ ഒരു 1.5 എന്ന രീതിയിൽ തന്നെയാണ് റവയുടെയും വേവ് കേട്ടോ. നമ്മൾ റവ ആദ്യം നന്നായിട്ട് വറുത്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് കാരണം തന്നെ ഇത്തിരി വെള്ളം കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ റവ ഉപ്മാവ് അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമുക്കൊരു കാപ്പിയും കൂടി റെഡിയാക്കാമല്ലേ. ഉപ്മാവ് മാത്രം കഴിക്കാമെന്ന് പറഞ്ഞു വെച്ചാൽ അതൊരു രസം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്കൊരു കാപ്പിയും കൂടെ ആയാലോ. അപ്പോൾ അങ്ങനെ ഒരു ബ്രൂ ആക്കാമെന്ന് വെച്ചു. നല്ല ഉഷാറായിട്ട് തന്നെ നമ്മുടെ പണികളൊക്കെ നടക്കണ്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പാക്കറ്റ് ബ്രൂവിൻ്റെ പാക്കറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പാക്കറ്റ് തന്നെ മതിയാവും. അത്യാവശ്യം നല്ല ഒരു സ്ട്രോങ് ആയിട്ട് നമുക്ക് കാപ്പി കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉപ്മാവും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതേ നേരത്തെ കാപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ കഴിച്ചതിന് ശേഷം വേണം നമുക്ക് അടുത്ത പണിയൊക്കെ ഒന്ന് തുടങ്ങാനല്ലേ. അപ്പോൾ സൺഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പണികളുണ്ടാവും. സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ്, അതുപോലെ വീട് ക്ലീനിങ്, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ചെയ്യാനുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതാ ഞാൻ വേറൊരു ചിക്കനും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഡ്രം സ്റ്റിക്കാണ്. നമുക്കിത് നന്നായിട്ട് കീറിയിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയൊക്കെ സ്പെഷ്യലായിട്ടുള്ള മസാലയും കൂട്ടും ഒരു സ്പെഷ്യൽ റെസിപ്പിയൊക്കെയാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോസ് എല്ലാവരും അവസാനം വരെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് വെച്ചാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യട്ടെ. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാനിതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ മസാല ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്കിതൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിത് കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ 4 മണിക്കൂർ വെക്കാൻ സമയമില്ലാത്തവരാണ് വെച്ചാൽ രാത്രി തന്നെ ചെയ്ത് വെക്കില്ല വെച്ചാൽ ഒരു 2-3 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അതൊന്ന് കുക്കറിൽ ഇട്ടതിന് ശേഷം ഒരു 4 വിസിൽ വരണം കേട്ടോ. പിന്നെ ആ നേരത്തെ നമുക്ക് നാടൻ കോഴി വെക്കാനുള്ള അതിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഏകദേശം ഒരു 2-3 വെല്ലുള്ളി മതി കേട്ടോ. നമ്മളിവിടെ തേങ്ങ വറുത്തരച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വെല്ലുള്ളിയുടെ ആവശ്യമില്ല. അപ്പോൾ അല്പം ഉപ്പും കൂടി ഇട്ടതിന് ശേഷം വെല്ലുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ ഞാൻ സാധാരണ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വീഡിയോയിലൊക്കെ. വളരെ എളുപ്പമാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഞാനിത് ഇവിടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. ഒരു 2 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിന് ശേഷം നമുക്ക് എപ്പോഴും നല്ലോണം ലോ ആക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. സാധാരണ ഇടുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരല്പം മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം ബാക്കിയെല്ലാം നമ്മൾ വറുത്തരച്ച് തേങ്ങയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യത്തിന് ആ ചിക്കന് വേണ്ട ഒരു മസാല മാത്രമാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ.
പിന്നെ 2 തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു ഇതായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ടിടുന്നത് ചിക്കൻ മസാലയാണ്. അപ്പോൾ ഈസ്റ്റേൻ്റെയാണ് കേട്ടോ ചിക്കൻ മസാല എടുത്തിരിക്കുന്നത്. ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ 2 ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നാടൻ കോഴിയാണ്. നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, നല്ല വേവുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് കുക്കറിൽ ഇട്ടിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ് നമ്മൾ കുക്കറിലിട്ട് നന്നായിട്ട് വെന്ത് വരുമ്പോൾ. അതുപോലെ ആ ചിക്കനും ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ വറുത്തരച്ചും കൂടി വെക്കണം വെച്ചാൽ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ കുക്കറിലിട്ട ആ ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതിലോട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കും. ഞാൻ ഒരുപാട് എണ്ണയൊന്നും ഇട്ടിട്ടില്ല. ഇതിൽ ഒരുപാട് ചിക്കന് ഞാൻ ആകെ ഒരു അല്പം എണ്ണ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് നേരമൊന്നും വേണ്ട, നല്ല ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ കേട്ടോ. നമ്മുടെ കുക്കറിലുണ്ടാവുന്ന വേറൊരു മസാലയില്ലേ, അത് വേറൊരു പാത്രത്തിലിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ആ നേരത്തെ തന്നെ ഞാൻ കുറച്ച് നാടൻ കോഴിയുടെ ഇറച്ചിയും കൂടെ ഞാൻ ഈ കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മസാലേൻ്റെ കൂടെ. അപ്പോൾ നമുക്കിനി ഈ നാടൻ കോഴി കുക്കറിലോട്ടൊന്ന് തട്ടാം കേട്ടോ, എന്നാലേ നമ്മുടെ കറി പെട്ടെന്നാവുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ കുക്കറിലുണ്ടായിരുന്ന നമ്മുടെ മസാലയാണ്, അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ആ നാടൻ കോഴിയില്ലേ അതിലോട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കറി വേണ്ടാന്നുള്ളവർക്ക് ഇതുപോലെ മാത്രം ചെയ്യണമെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നെയ്ച്ചോറാണ് കഴിക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറിന് പ്രത്യേക ഒരു സ്പൈസി ആയിട്ടുള്ള ചിക്കൻ, ഗ്രേവി ആയിട്ടുള്ള ചിക്കനൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചില്ലി ചിക്കനൊക്കെയാണ് നമുക്ക് നെയ്ച്ചോറിന് കൂടുതൽ ഇതുപോലെ ഗ്രേവി ആയിട്ടുള്ള ഐറ്റംസിന് കൂടെ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിയാണ്. അപ്പോൾ നെയ്ച്ചോറ് കഴിക്കണ ഒരു അളവേ അറിയില്ല, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ ആ മസാല ഇങ്ങനെ ഒന്ന് എടുത്ത് കൊടുത്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അധികം പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ മസാലേൻ്റെ കൂട്ട് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഞാനിത് അടുത്തതായിട്ട് തേങ്ങ വറുത്തരച്ചെടുക്കാനാണ്. അപ്പോൾ 2-3 വെളുത്തുള്ളിയും അതേപോലെ ചെറിയുള്ളി, പിന്നെ പെരിഞ്ചീരകം, പട്ട, കറാമ്പൂ, ഏലക്കയും കൂടെയാണ്. പിന്നെ വറ്റൽമുളക് ഒരു 4 എണ്ണം, അതേപോലെ തന്നെ ഒരു 1.5 സ്പൂൺ മല്ലിയാണ് ഇടുന്നത് കേട്ടോ. ഇതെല്ലാം നമുക്ക് പച്ചമല്ലി അതുപോലെ മുളക് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം തേങ്ങ ഇട്ടതിന് ശേഷം ഞാനിവിടെ നമ്മുടെ ചിക്കൻ മസാലയാണ് ഈസ്റ്റേൻ്റെ, അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരുപാട് നേരം വഴറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങളുടെ ടൈമിനനുസരിച്ചാണ്. ഒരുപാട് നേരം വഴറ്റിയെടുക്കാൻ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ വഴറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് നെയ്ച്ചോറ് വയ്ക്കാനുള്ള പണിയാണ് കേട്ടോ. നെയ്ച്ചോറിനാണ് നമുക്കത് പട്ട, കറാമ്പൂ, അതേപോലെ തന്നെ ഏലക്കയും കൂടി ഇട്ടതിന് ശേഷം ഒരു വല്ലുള്ളി മാത്രം മതി, കാരണം അത്ര നെയ്ച്ചോറ് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഒരു 3 മുളകും അതുപോലെ മല്ലിയിലും പുതിനയിലും അല്പം തൈരും കൂടി ഇട്ടോ. തൈരും കൂടി ഇടുമ്പോൾ നല്ല ഒരു സ്മൂത്ത്നെസ്സും അതേപോലെ നല്ല ടേസ്റ്റും കൂടെയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എല്ലാവർക്കും അറിയാവുന്നല്ലേ, 1 1.5 എന്നുള്ള അളവാണ്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നാടൻ കോഴിയുടെ ചിക്കനൊക്കെ ഇത് അവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ നേരത്തെ നമുക്ക് തേങ്ങയൊക്കെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയിലിടയിൽ പിടിച്ചത് ഓരോന്നൊക്കെ ചെയ്യണം കേട്ടോ. എനിക്ക് 3 അടുപ്പുണ്ട് വെച്ചാൽ 3 അടുപ്പിൽ ഓരോന്ന് വെച്ചിട്ട് പെട്ടെന്ന് പണി അങ്ങോട്ട് തീരണം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ റെഡിയായി അരച്ചൊക്കെ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് തന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ നെയ്ച്ചോറും വെച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറും ഇതാ ഇവിടെ ആയി സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ അടിയിൽ ഇതേപോലെ ഒരു പാത്രം തമ്മിന് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു ടെൻഷനും വേണ്ട, നമുക്ക് അപ്പുറത്തെ ഇപ്പുറത്ത് എന്ത് വെച്ചാലും നമുക്ക് നെയ്ച്ചോറ് കരിയും അങ്ങനെയുള്ള ഒരു പേടിയും വേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ നെയ്ച്ചോറ്, നാടൻ കോഴി, അതേപോലെ തന്നെ നമ്മുടെ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ കുറേ നേരമായിട്ട് ഇവിടെ ഒരാൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മണബന്ധം ആൾക്കൊരു ക്ഷമയില്ലാണ്ടായിട്ടുണ്ട്. അല്പം ക്ഷമിച്ചിരിക്കാമെന്നും പറഞ്ഞിട്ട് ഞാനവിടെ നിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതെല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നാടൻ കോഴിയുടെ ചിക്കനും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് നമുക്കിതുപോലെ ഇടയ്ക്കൊന്ന് എടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഇതുപോലെ അമർത്തി വയ്ക്കുകയാണ് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇതിനെ നന്നായി വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കിത് നമ്മുടെ ഇനി അടുത്തത് വിളമ്പി കൊടുക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം 1 മണി ആവാനായി കേട്ടോ സമയം. അപ്പോൾ നമുക്കിതൊന്ന് എല്ലാ കുട്ടികൾക്കൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കാം. 12 മണിയാകുമ്പോഴേക്കും എൻ്റെ പണിയൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. പക്ഷേ ഞാൻ വിളമ്പി കൊടുക്കണ വീഡിയോ എടുക്കണമുണ്ട്, ഞാൻ 1 മണിയായതാണ്. പെട്ടെന്ന് തന്നെ എനിക്ക് പണി തീർക്കണം കേട്ടോ. എനിക്കിങ്ങനെ ഒരുപാട് നേരം അടുക്കളയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ്.
അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ 3 അടുപ്പിൽ ഓരോന്ന് വെച്ചിട്ട് വേഗം ചെയ്യാനാണ് ഞാൻ എപ്പോഴും നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു മടുപ്പ് വരില്ല. നമുക്ക് അടുക്കളയിൽ ഒരുപാട് നേരം പണിയെടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇഷ്ടക്കേട് വരാറില്ലേ. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കൂടിപ്പോയി 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ നമ്മളെല്ലാം ആയിട്ട് നമ്മൾ വരികയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ടൈമും കിട്ടും. അതുപോലെ തന്നെ നമുക്കെല്ലാം ഉണ്ടാക്കാനുള്ളൊരു ഇൻട്രസ്റ്റും കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കുള്ള കഴിക്കാനുള്ള എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം മസ്റ്റായിട്ട് കേട്ടോ. അപ്പോൾ ഈ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ. അത് നമ്മുടെ ഗ്രേവി ആയിട്ടുള്ള ചിക്കനൊക്കെ കൂടി കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒക്കെ അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൊടിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഓർത്തത് ഇതിലൊരു കൊയ്യാക്ക പറിക്കാനായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അത്യാവശ്യം കൊയ്യാക്കയൊക്കെ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. ചെറിയ ചെടിയാണെങ്കിലും ഞാനിതിൽ അത്യാവശ്യം കുറച്ച് വളങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നാച്ചുറലായിട്ടുള്ള വളങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാവുന്നതാണ്. കൊയ്യാക്ക മാത്രമല്ല കേട്ടോ, പേരാപ്പിൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. കോവയ്ക്കൊക്കെ ഒരുപാട് കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളതെന്നൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഒരുപാട് പഴുക്കട്ടെ എന്ന് വെച്ചപ്പോൾ എനിക്കത് ഒരുപാട് മധുരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് മധുരം വേണ്ടാന്ന്. ഈ ഒരു ലെവലിൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്നാലും അത്യാവശ്യം മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആലോചിച്ചത്, അപ്പോൾ നമുക്ക് എന്തായാലും വൈകുന്നേരം കുട്ടികളെ തിന്നാൻ വേണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വരും. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് എടുത്ത് വെച്ച കുറച്ച് ചിക്കൻ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ചെറിയായിട്ടൊരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് ഏകദേശം ഒരു 2 വലിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വെക്കുന്ന സമയത്ത് ഒരു അല്പം മാറ്റി വെച്ചാൽ മാത്രം നമുക്ക് വൈകുന്നേരത്തേക്കുള്ളൊരു സ്നാക്സ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് തന്നെയായിരുന്നു. അപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ നേരത്തെ തന്നെ നമുക്ക് വല്ലുള്ളി നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അതിൽ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വയ്ക്കുക. പിന്നെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് നമുക്ക് മാറ്റിയിട്ടെങ്കിൽ ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ട് ഇട്ടിരിക്കുന്നത് പൊറോട്ടയാണ്. അപ്പോൾ പൊറോട്ട ഞാൻ ഇന്നലെ വാങ്ങിച്ച പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ 4 എണ്ണം ബാക്കി, ഒരു 4 എണ്ണം ബാക്കി വന്നാൽ തന്നെ നമുക്ക് മതി കേട്ടോ. അത്രയ്ക്കും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുത്തതായതുകൊണ്ട് തന്നെ ഇത് ചൂട് പാലൊഴിച്ചാൽ തന്നെ നന്നായിട്ട് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലൊഴിച്ച് നമുക്ക് കുതിർക്കാൻ വെക്കാം കേട്ടോ. പിന്നെ അതിന് കുതിർത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ചട്ടിപ്പത്തിരി പറഞ്ഞാൽ ഒരുപാട് പണിയൊക്കെ ഉള്ളതെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ചെയ്യാൻ വേണ്ടിയാണ് അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടി ഒരു 4 മുട്ടയിൽ ഒരല്പം ഉപ്പും പഞ്ചസാരയും കൂടെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പൊറോട്ട ഉണ്ട് വെച്ചിട്ട് ഇതുപോലെ പെട്ടെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. അത്രയ്ക്കും അടിപൊളി ടേസ്റ്റിയാണ്. ഞാൻ അല്പം പാലും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, എന്നാലും നമ്മുടെ ചട്ടിപ്പത്തിരി നല്ല സ്മൂത്തായി കിട്ടുള്ളൂ. അപ്പോൾ ആ പൊറോട്ടയിൽ കുറച്ച് മിക്സ് ഒന്ന് ഒഴിച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ അതിന് ശേഷം നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്നത് ഇതേപോലെ നമ്മുടെ ചിക്കൻ മസാലയും അല്പം മുട്ടയും പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൊറോട്ടയും കൂടെയാണ്. അപ്പോൾ ചട്ടിപ്പത്തിരിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മളൊന്നും എടുത്തിട്ടില്ല, എല്ലാം നമ്മുടെ കയ്യിലുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഓരോ ഐറ്റംസ് ഉണ്ടാക്കണം, അത് വേണം ഇത് വേണം എന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള എന്ത് സാധനമാണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമോ. അത്രയൊക്കെ ഉള്ളൂ. വളരെ അടിപൊളി ടേസ്റ്റും കൂടി ആയിരിക്കും, പ്രത്യേക ടേസ്റ്റും കൂടി ആയിരിക്കും കേട്ടോ. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ആ മസാലയും കൂടെ അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം മുകളിൽ ഇതേപോലെ തന്നെ ഒരു ലെയറും കൂടെ നമ്മുടെ പൊറോട്ടേൻ്റെ ലെയർ വെച്ച് കൊടുക്കാം. പൊറോട്ട ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ അതിന് മുകളിൽ തന്നെ നമുക്ക് ഇതേപോലെ നമ്മുടെ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. പിന്നെ അതിന് ചുറ്റും നമ്മുടെ മുട്ടയുടെ മിക്സും കൂടി ഇട്ട് കൊടുക്കുക. എന്നാലേ നമുക്ക് ആ ചട്ടിപ്പത്തിരിൻ്റെ ആ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ട് അതേപോലെ ഒരു ടേസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒരു പാൻ വെച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ, കാരണം എല്ലാം കുക്കഡ് ആയിട്ടുള്ള ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാവുന്ന, അധികം ടൈമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു 1/2 മണിക്കൂർ അത്രേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊന്ന് ദമ്മിലായതിൻ്റെ ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടും കൂടി ഒന്ന് മറിച്ചിട്ട് നമുക്കിതൊരു ദോശ കല്ലിൽ വെച്ചിട്ട് ഒരു നെയ്യോ ബട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കാം. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര ടൈം എടുത്ത് നമുക്ക് ഞായറാഴ്ചയിലൊക്കെ നമ്മൾ പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സ്നാക്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണേൽ ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ.
അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുറത്തിറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ലുലുവിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ പാലക്കാടാണ് കേട്ടോ. അപ്പോൾ പാലക്കാട് ലുലുവിൽ പോകാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടയിൽ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇക്കാക്ക് കാർ വാഷിങ്ങിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറ് കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ട്രാവലിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ പാലക്കാട്. ഇപ്പോൾ പാലക്കാടൊക്കെ വരാത്തവരാണെങ്കിൽ ഇടയ്ക്ക് പാലക്കാടൊക്കെ വന്ന് നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അങ്ങനെ പാലക്കാടുള്ള സോഷ്യൽ കിച്ചണിൽ കയറി കുട്ടികൾക്ക് ജ്യൂസും സ്നാക്സൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കാർ വാഷിങ്ങിൻ്റെ ഏരിയ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാർ വാഷിങ്ങിന് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ലുലുവിലേക്ക് തന്നെ പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ലുലുവിൽ കാർ പാർക്കിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന ഒരു വഴിയാണിത്. അപ്പം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സൺഡേ ആയതുകൊണ്ട് തന്നെ. പക്ഷെ എന്നാലും എറണാകുളത്തിൻ്റെ അത്രയ്ക്ക് തിരക്ക് ഞാനിവിടെ കണ്ടിട്ടില്ല. എന്നാലും അത്യാവശ്യം നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ പാലക്കാട് ലുലുവിലൊക്കെ കയറാത്തവരാണ് വെച്ചാൽ ഒന്ന് കയറിയൊക്കെ നോക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. എന്നെപ്പോലെ സൺഡേ ആവാൻ കാത്തിരിക്കണം ഒരുപാട് വീട്ടമ്മമാരുണ്ടാവില്ലേ. സൺഡേ അല്ലേ എല്ലാവർക്കും ഫ്രീ ആവുള്ളൂ. അതേപോലെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ഇതേപോലെ പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെ ഹാപ്പി ആയിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും സൺഡേ ഇതേപോലെ പുറത്തിറങ്ങി കുറച്ച് ചെറിയ പർച്ചേസിങ് ഒക്കെ ഒന്ന് നടത്താം കേട്ടോ. അതൊക്കെ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഉള്ളൂ അല്ലേ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലും ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് വീട്ടമ്മമാരുണ്ടാവില്ലേ. എന്നെപ്പോലെ ഉള്ളവർക്ക് എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് കേട്ടോ. കുട്ടികൾക്ക് ഹസ്ബൻഡിനും വേണ്ടി ഓടി ഓടി നമ്മുടെ കുറച്ച് സന്തോഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വേണ്ടി കുറച്ച് ടൈം നമ്മളൊന്ന് മാറ്റി വെക്കണം കേട്ടോ. അതൊക്കെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. കാരണം നമ്മുടെ ആരോഗ്യം നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഇവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്നും നോക്കി നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ആരോഗ്യം കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാ വീട്ടമ്മമാർക്കും വേണ്ടി എനിക്കൊന്ന് പറയണം എന്ന് വേണ്ടി തോന്നിയതാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇത് നമ്മുടെ ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ റുട്ടീന്. അപ്പോൾ സൺഡേ ഏകദേശം ഇതേപോലെ തന്നെയാണ് എപ്പോഴും പോകാറുള്ളത് കേട്ടോ. പിന്നെ ഇടയ്ക്കൊരു ട്രിപ്പൊക്കെ ആയിട്ട് അങ്ങനെ പോവും. അപ്പോൾ അങ്ങനെ ഒത്തിരി വൈകിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.